ജനുവരി 25 മുതൽ ഫെബ്രുവരി 9 വരെ നിയമസഭാ സമ്മേളനം ചേരും. ഫെബ്രുവരി 2-നാണ് ബജറ്റ് അവതരണം. സഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഗവർണറുമായും പ്രതിപക്ഷവുമായും വിവിധ വിഷയങ്ങളിൽ സർക്കാരിന്റെ പോര് മുറുകുമ്പോഴാണ് നിയമസഭ സമ്മേളിക്കാനൊരുങ്ങുന്നത്. സർക്കാർ ഗവർണർ പോര് മൂർച്ഛിക്കുകയും പ്രതിപക്ഷവുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയും ചെയ്യുന്ന വേളയിലാണ് വീണ്ടുമൊരു നിയമസഭാ സമ്മേളനത്തിന് വേദിയൊരുങ്ങുന്നത്. 25-ന് നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി ആരംഭിക്കേണ്ട സമ്മേളനത്തിൽ ഗവർണറുടെ നിലപാട് തന്നെയാകും സർക്കാരിന്റെ ആദ്യ വെല്ലുവിളി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സമ്മേളനമായതിനാൽ കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിക്കുന്ന ഭാഗം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയം കേരളത്തെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കുന്നു എന്നതും ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണറുടെ നിലപാടിനെയും വിമർശിക്കുന്നതുമാകും പ്രസംഗം. ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമോ എന്നതടക്കം ഗവർണറുടെ നിലപാട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കും. അതേസമയം സർക്കാരിനെതിരെ ഉയർത്താൻ ഒട്ടനവധി ആയുധങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ. പ്രതിസന്ധി കാലത്തെ ധൂർത്തും കേരളീയവും നവകേരള യാത്രയും ഉയർത്തി സർക്കാരിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിക്കും. പോലീസിനെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും ഉപയോഗിച്ച പ്രതിപക്ഷ സമരങ്ങളെ നേരിട്ട സർക്കാർ നടപടിയെ ചൊല്ലി സഭാതലം പ്രക്ഷുബ്ധമാകും. ഫെബ്രുവരി 2-നാകും സംസ്ഥാന ബജറ്റ് അവതരണം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോൾ ബജറ്റ് തയ്യാറാക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും ശ്രമകരമായ ജോലിയാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ജനപ്രിയ പദ്ധതികളും പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ജനുവരി 25 മുതൽ ഫെബ്രുവരി 9 വരെയാണ് സഭാ സമ്മേളനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.